ദേശീയപാതാ വികസനം പ്രധാന നേട്ടമായി ഉയർത്തിക്കാട്ടി LDF സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കാനൊരുങ്ങിയ പദ്ധതി നടപ്പിലാക്കിയത് ഇടതു സർക്കാർ. NH നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ സർക്കാർ വീഴ്ചയെന്ന് സ്ഥാപിക്കാൻ UDF-ഉം BJP-യും ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. നാലാം വാർഷികാഘോഷ സമാപന വേദിയിൽ പ്രകാശനം ചെയ്ത പ്രോഗ്രസ് റിപ്പോർട്ടിൽ പിണറായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നത് ദേശീയപാതാ വികസനം. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിക്ക് ജീവൻ നൽകിയത് മുതലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മുഖവരിയോടെ തുടങ്ങുന്ന റിപ്പോർട്ട് പ്രകടന പത്രികയിലെ 900 വാഗ്ദാന നിർവഹണ പുരോഗതിയും പ്രകടന പത്രികയിൽ പറയാതെ നടപ്പിലാക്കിയ കാര്യങ്ങളും എടുത്തു പറയുന്നു. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പല്ല ദേശീയപാത നിർമ്മിക്കുന്നതെന്ന വേദിയിൽ വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. നിർമ്മാണ ഘട്ടത്തിലുണ്ടാകുന്ന സാങ്കേതിക തകരാർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ പരിശോധന നാഷണൽ ഹൈവേ തന്നെ നടത്തും. അതൊന്നും കേരളത്തിലെ PWD അല്ലല്ലോ ചെയ്യുന്നത്. സംസ്ഥാനത്തുണ്ടാകുന്ന മാറ്റവും പുരോഗതിയും ജനം സ്വീകരിക്കുന്നതിന്റെ തെളിവാണ് എന്റെ കേരളം മേളയിലെ ജലപങ്കാളിത്തമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ എങ്ങനെ കേരളത്തിലുണ്ടായ മാറ്റവും പുരോഗതിയും സ്വീകരിക്കുന്നു എന്നതിൻ്റെ തെളിവായാണ് ഈ മഹാ റാലികൾ കാണാൻ കഴിഞ്ഞത്. തുറന്ന ജീപ്പിൽ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് മുഖ്യമന്ത്രി സമാപന വേദിയിലെത്തിയത്. ഒത്തിരിക്കണ്ടം മൈതാനത്ത് നടന്ന വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ മന്ത്രിമാരും MP-മാരും മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.